നമസ്കാരം. ഞാൻ തെക്കേപ്പാട്ട് ഗോപാലകൃഷ്ണൻ. ഇംഗ്ലീഷ് ഗ്രാമർ സംബന്ധമായി നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിച്ചെടുക്കുക എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ തരിക, നമുക്കോ പരിശോധിക്കാം. പരമാവധി പേർക്ക് പ്രയോജനം ലഭിക്കാനായി ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അവരോട് പറയുക, ഫോളോ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പ്രശ്നം എന്തെന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും എ, ആൻ എന്നീ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തെറ്റുവരുന്നു. വവൽസ് ആയ എ, ഇ, ഐ, ഒ, യു എന്നിവ വരുന്ന നൗണിനു മുമ്പിൽ ആൻ എന്നും അല്ലാത്തവയ്ക്ക് മുന്നിൽ എ എന്നുമല്ലേ ചേർക്കുക. പക്ഷേ എ യൂണിവേഴ്സിറ്റി, ആൻ MLA എന്നും ഉപയോഗിക്കണം എന്ന് ടീച്ചർ പറയുന്നു. എന്താ അത് അങ്ങനെ? ടീച്ചർ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷേ എവിടെ കുഴപ്പം? നിങ്ങൾ മനസ്സിലാക്കിയതാണ് ചെറിയ പ്രശ്നമുള്ളത്. കാരണം എ, ഇ, ഐ, ഒ, യു എന്നിവ വവൽ ലെറ്റേഴ്സ് ആണ് ഇംഗ്ലീഷിൽ. ശ്രദ്ധിച്ചോളൂ, വവൽ ലെറ്റേഴ്സ്. അവ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നിലല്ല ആൻ എന്ന് ചേർക്കേണ്ടത്. മറിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ എ, ഇ, ഐ, ഒ, യു എന്നീ അക്ഷരങ്ങൾ കൊണ്ട് ദ്യോതിപ്പിക്കുന്ന ആ, എ, ഇ, ഒ, ഉ എന്ന ശബ്ദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പിൽ ആൻ യൂസ് ചെയ്യണം. അതിനെ നമ്മൾ പ്രതിനിധീകരിക്കാനാണ് എ, ഇ, ഐ, ഒ, യു എന്ന അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഈ അക്ഷരങ്ങൾക്ക് മുമ്പിൽ വരുന്ന വാക്കുകൾക്ക് മുന്നിലല്ല ആൻ ഉപയോഗിക്കേണ്ടത്. വ്യക്തമായല്ലോ? ഒന്നുകൂടി വിശദീകരിക്കും. യൂണിവേഴ്സിറ്റി എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം യാ ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏതിലും ആകട്ടെ, നിങ്ങൾ വായുവിലൊന്ന് എഴുതി നോക്കൂ, യാ അല്ലെങ്കിൽ ഹിന്ദിയിൽ യാ എന്ന് ആണ് തുടങ്ങുന്നത്. യാ എന്ന ശബ്ദം തീർച്ചയായിട്ടും കൺസണൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ വവൽ. നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് എ യൂണിവേഴ്സിറ്റി എന്ന് തന്നെയാണ്. അതേസമയം നമ്മൾ അതിന് ഉച്ചരിക്കുന്നത് ആൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയേണ്ടതൊക്കെ. അങ്ങനെയെങ്കിൽ ഓക്കെ, ആൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആനെന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ? യൂണിവേഴ്സിറ്റി ആയതുകൊണ്ടാണ് എ ഉപയോഗിച്ചത്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഉ എന്ന സ്വരാക്ഷരം കൊണ്ട് അല്ലെങ്കിൽ സ്വരശബ്ദം കൊണ്ട് തുടങ്ങുന്ന വാക്കായതുകൊണ്ട് ആൻ ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ MLA എന്നുള്ളതിന് മ്ള എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ എംള ശരിയാണ്. പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്നത് എം. കൈകൊണ്ടൊന്ന് എഴുതി നോക്കൂ, എം ആദ്യം എഴുതുന്നത് അല്ലെങ്കിൽ ആദ്യം ഉച്ചരിക്കുന്ന ശബ്ദം എ എന്നാണ്. ആൻ MLA, MLA അല്ല, എംള ശരിയാണ്. അപ്പം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരമുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. അതായത് ഇംഗ്ലീഷിൽ എ, ഇ, ഐ, ഒ, യു എന്നുള്ള അക്ഷരങ്ങൾ ശബ്ദങ്ങൾ ആ, എ, ഇ എന്ന്, അതായത് എ എന്നുള്ള അക്ഷരത്തിന് ആ എന്നും, ഇ എന്ന അക്ഷരത്തിന് എ എന്നും, എഗ്, empty, എ എന്നും, ഐ എന്ന അക്ഷരത്തിന് ഇ എന്നും, ഒ എന്ന അക്ഷരത്തിന് ഒ എന്ന് തന്നെ, യു എന്ന അക്ഷരത്തിന് പലപ്പോഴും നമ്മൾ ആ എന്നും ഉ എന്നുമാണ് വവൽസിൽ ഉച്ചരിക്കുന്നതെങ്കിൽ അവയ്ക്ക് മുമ്പിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടത്. വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരാം. 1, ഹോട്ടൽ ശബ്ദം ഹ. ഒരിക്കലും ആ, എ, ഇ, ഒ, ഉ ഗണത്തിൽ വരുന്ന ഒന്നല്ല. ഹ എന്നുള്ളത് കൺസണൻ്റ് ആണ്. അതുകൊണ്ട് എ ഹോട്ടൽ അല്ല, എ ഹോട്ടേൽ. LIC നമ്മൾ ഒരിക്കലും അതിനെ ലിക്ക് എന്നല്ല വായിക്കുന്നത്. LIC ഏജന്റ് എന്ന് പറയുന്നു. എൽ വായുവിൽ നിന്ന് എഴുതി നോക്കൂ, ആദ്യത്തെ അക്ഷരം എന്താ നമ്മൾ ഉച്ചരിക്കുന്നത്? എ എന്ന ശബ്ദമാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ LIC ഏജന്റിന് മുമ്പ് LIC ഏജന്റ് അല്ല, മറിച്ച് അനലൈസ് ഏജന്റ്. ആൻ പൊതുവെ എന്തിനാണ് ഇങ്ങനെ ഒരു നിയമാവലി കൊണ്ടുവന്നിട്ടുള്ളത്? അത് വളരെ രസകരമാണ്, പറയാൻ എളുപ്പമാണ്.
അതായത് എന്താണോ പറയാൻ എളുപ്പം അതാണ് ശരി. LIC ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സ്റ്റോപ്പേജ്, ഒരു ഷോർട്ട് സ്റ്റോപ്പേജ് അവിടെ വരുന്നു. അതിനാൽ LIC ഏജൻറ്റ് എന്ത് ഈസിയാണ്, അതുകൊണ്ട് അത് ശരിയാണ്. അവർ, ഓണസ്റ്റ് മാൻ. ഹോണസ്റ്റ് ആണെങ്കിൽ ഹോണസ്റ്റ് മാൻ എന്ന് പറയാമായിരുന്നു. നമ്മൾ പറയേണ്ടത് ഓണസ്റ്റ്, HONEST ആണെങ്കിൽ പോലും നമ്മൾ വായിക്കുന്നത് ഓണസ്റ്റ് ആണ്. ആൻ ഓണസ്റ്റ് മാൻ, ഓണസ്റ്റ് മാൻ. ഒരു സ്റ്റോപ്പേജ് വരുന്നില്ലേ? തെറ്റാണ്. ആൻ ഓണസ്റ്റ് മാൻ, നോ സ്റ്റോപ്പേജ്. അതുകൊണ്ട് അത് തന്നെയാണ് ശരി. ആൻ MP, കറക്റ്റ്. MP തെറ്റ്. M എന്ന് പറയുന്നതിൽ വവലാണ്, അതുകൊണ്ട് ആൻ MP. യൂറോപ്യൻ, യൂറോപ്യൻ ശരിയാണ്. ആൻ യൂറോപ്യൻ, എന്ത് പ്രയാസമാണത്? ആൻ യൂറോപ്യൻ അല്ലേ? യൂറോപ്യൻ ഒരുമിച്ച് പറയാൻ പറ്റും, അതുകൊണ്ട് അത് ശരി. എന്താ കാരണം? യൂറോപ്യനിലെ ഫസ്റ്റ് സൗണ്ട് എന്ന ശബ്ദമാണ്, യൂറോപ്യൻ അല്ല. ഇപ്പോൾ വ്യക്തമായെന്ന് കരുതുന്നു. ഏതായാലും ഇത് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും ഇതുപോലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം എൻ്റെ ഈ വീഡിയോ കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക. അല്ല, ഇനിയും വ്യക്തമാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ വന്ന ചോദ്യങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്കുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. ഇനി കഴിഞ്ഞ വീഡിയോയ്ക്ക് മുമ്പിൽ കുറേ സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതിൽ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇതുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു സംശയം ഞാൻ എടുക്കുകയാണ്. അതിതാണ്, വവൽ, കൺസണൻസ് എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്ന് മനസ്സിലായി. ഇംഗ്ലീഷിലെ വവൽസ് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അത് വിശദീകരിച്ചു തരാം. ഇതിന്മേലുള്ള ചർച്ചയും ഇനി അടുത്ത സംശയവും വന്നിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചാവേദിയിലേക്ക് എല്ലാവരെയും അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും ഇപ്പോഴേ മുൻകൂട്ടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.